എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട്. അത് ചിലപ്പോൾ ചിലർ ഗ്രീഡ് എന്നായിരിക്കും പറഞ്ഞത്. അതല്ല, ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് കണ്ടിട്ട് പെട്ടെന്ന് അടുത്ത എൻട്രി എടുക്കും. മിഡിൽ എൻട്രി എടുത്തു. ഗ്യാപ്പ് ഫില്ലിംഗ് കൺസെപ്റ്റാണ്. എൻട്രി ഓക്കെ, നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വെച്ചോ, അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഇതായിരുന്നു നമ്മളെ വ്യൂ പോയിന്റ്. എല്ലാം ഓക്കെ ആയി, നമ്മൾ ഇറങ്ങി. ബട്ട് എന്നെ സംബന്ധിച്ച് നമുക്ക് ഇപ്പം 10,000 രൂപ കൊണ്ട് അല്ലേ, ഞാനിപ്പോൾ 10,000 രൂപ കൊണ്ട് 2,340 രൂപ എടുത്തു അല്ലേ. അപ്പോൾ എത്ര ശതമാനമായി നോക്കിയേ? ആ 10,000-ന് 1,000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ 10% 2,000 എന്ന് പറയുമ്പോൾ 20% അല്ലേ. അപ്പോൾ നമ്മൾ ഒരു 1,00,000 രൂപ 5% പലിശയ്ക്ക് ഒരു മാസത്തേക്ക് കൊടുത്താലേ 5,000 രൂപ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് മാത്രം നമ്മൾ 10,000 രൂപയ്ക്ക് 20% പ്രോഫിറ്റ് ഒരു ദിവസം നേടി അല്ലേ. അപ്പോൾ കുറേ ദിവസത്തേക്ക് ഇനി ട്രേഡ് എടുത്തില്ലെങ്കിലും നഷ്ടമില്ല, കാരണം നമുക്കിവിടെ 20% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ കണക്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ട്രേഡ് എടുക്കാൻ തോന്നത്തില്ല, സൈക്കോളജി ഒക്കെ സെറ്റാവും. മാത്രവുമല്ല, നിങ്ങളുടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിലേ അല്ലേ മാർക്കറ്റിലെ ആൾക്കാരെല്ലാം തന്നെ ഒരേ ഒരു ഡയറക്ഷനിൽ ചിന്തിക്കുന്നെങ്കിൽ മാത്രമേ അവിടെ അത് വർക്കൗട്ട് ആവുള്ളൂ അല്ലേ. ഞാൻ മുകളിലോട്ട് എടുത്തു, വേറൊരാൾ താഴോട്ട് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ പോകുമോ? ഇല്ല അല്ലേ. അപ്പോൾ കുറേ ആൾക്കാർക്കെങ്കിലും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അപ് ട്രെൻഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അപ് ട്രെൻഡിൽ എടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ, മാർക്കറ്റിൽ എവിടെയെങ്കിലും പോകാനുള്ള ഗ്യാപ്പോ അല്ലേ, ബാലൻസോ, ഓർഡർ ബ്ലോക്കോ, സപ്ലൈസോ, ഡിപ്പോ, എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ബട്ട് നമുക്കത് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ വേണ്ട, ഇവിടെ ഒരു ക്യാൻഡിൽ പൊങ്ങിയത് കണ്ടിട്ട് ചിലർ ചാടിക്കറി ഇവിടെ നിന്ന് എടുക്കും. മാർക്കറ്റ് ഇവിടെ കുറച്ച് നേരം ചിലപ്പോൾ നിൽക്കും, സൈഡ് വൈസ് അടിക്കും, എന്നിട്ട് താഴോട്ട് പോരാ, മുകളിലോട്ട് പോരാ അല്ലേ. പക്ഷേ ഒരു എൻട്രി ക്ലോസ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റോ ലോസോ ബുക്ക് ചെയ്തതിന് ശേഷം, നഷ്ടമായിക്കോട്ടെ ലാഭമായിക്കോട്ടെ, അതൊരു പ്രോസസ്സാണ്. നമ്മളിവിടെ എൻട്രി എടുത്തു, നമ്മൾ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങി, കാര്യം കഴിഞ്ഞു. അതൊരു പ്രോസസ്സാണ്. അത് ലാഭമാണെങ്കിൽ നഷ്ടമാണെങ്കിൽ ഇടയ്ക്ക് കയറി വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. ശരിക്കും അത് നിങ്ങൾ SL ടാർഗറ്റും വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ക്ലോസ് ചെയ്തിട്ട് വിൽക്കുക. അതിന് ചാർട്ട് പോലും കാണാൻ പോകണ്ട. അപ്പോൾ നിങ്ങൾക്കൊരു ഡിപ്രഷനോ ടെൻഷനോ ഒന്നുമില്ല. ഉടനെ കടി ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പണിപാ. വീണ്ടും ഒന്നേന്ന് അഥവാ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ വീണ്ടും ഒന്നേന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇപ്പോഴത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് എത്ര, ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് എത്ര, അറ്റ്ലീസ്റ്റ് കേട്ടോ. ബാക്കി ഗ്രീസൊക്കെ നോക്കിയെടുക്കുന്നവരുണ്ട്, ഞാനും നോക്കാറുണ്ട്. IV കുറഞ്ഞു വരുന്നുണ്ടോ, IV കൂടുന്നുണ്ടോ അല്ലേ, ഗാമ, വേഗ, വാല്യൂ, അതൊക്കെ നമ്മൾ നോക്കും. അങ്ങനെ ഡീറ്റെയിൽസിൽ നോക്കണമെന്നില്ല. പക്ഷേ അത്യാവശ്യം ഓപ്പൺ ഇൻട്രസ്റ്റ്, OI ചേഞ്ച്, പിന്നെന്താണ് സെക്ടറുകൾ, അല്ലെങ്കിൽ നിഫ്റ്റി 50-കകത്തുള്ള സ്റ്റോക്കുകൾ അതൊക്കെയാണ് അപ് ട്രെൻഡ്. അതിൻ്റെ ഹയസ്റ്റ് റെസിസ്റ്റൻസ് എത്തിയോ അല്ലേ, ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചാണ്, എന്ത് വെച്ചാണെങ്കിലും വീക്ക്ലി ആണെങ്കിലും ഡിമാൻഡ് സോൺ, സപ്ലൈ സോണൊക്കെ നോക്കുക. ഡെയിലി സപ്ലൈ സോൺ, ഡിമാൻഡ് സോൺ നോക്കുക. പിന്നെ തലേ ദിവസത്തെ ഹൈ നോക്കുക, ലോ നോക്കുക. അങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ മാത്രമേ നമ്മളവിടെ എൻട്രി എടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ഒന്നേന്ന് നമ്മളിപ്പോൾ രാവിലെ എടുത്ത എൻട്രി പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞു, ആ കാര്യം കഴിഞ്ഞ പ്രോസസ്സാണ്, അത് കഴിഞ്ഞു അല്ലേ. ഒരാളിന് ഒരു പാഴ്സൽ, ഒരു കൊറിയർ കൊടുക്കാനുണ്ട്, അത് പാക്ക് ചെയ്തു അല്ലേ, സാധനം ചെക്ക് ചെയ്തു, ഓക്കെയാണ്, പാക്ക് ചെയ്തു, റെഡിയാക്കി, അത് അയച്ചു കഴിഞ്ഞു, ആ പ്രോസസ്സും കഴിഞ്ഞു. അതിൻ്റെ നുള്ളിൽ പോയി മേടിച്ച് നുള്ളിൽ കീറി എടുക്കേണ്ട കാര്യം ഇല്ല അല്ലേ. നമ്മൾ ചെക്ക് ചെയ്ത് പാക്ക് ചെയ്താണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ഇനിയൊരു പാഴ്സൽ വന്നു, അതിന് ഫുൾ ചെക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അതുപോലെ ഇവിടെ 2 എടുത്തു, എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം വീണ്ടും അനലൈസ് ചെയ്യണം. ഒന്നാണ് ആദ്യം എന്താണോ ഓപ്പർച്യൂണിറ്റി നോക്കിയത്, എങ്ങനെയാണോ ട്രേഡ് എടുത്തത്, അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോസസ്സിലും എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കുക.
ഇവിടെ ഒരു എസ് എൽ ഉണ്ട് അല്ലേ. ഇപ്പോഴത്തെ എസ് എൽ എന്ന് പറയുന്നത് അല്ലേ, ഇവിടെ ക്ലോസ് ചെയ്ത് ഇവിടെ നിന്നൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എസ് എൽ എന്നത് താഴത്തെ എസ് എൽ ഏരിയ അല്ല. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട് അല്ലെ, ഇവിടെ ഒരു സോണാണ്. മിസ് എടുത്ത ഏരിയയാണ്, നേരത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഏരിയയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സോണിലായിരിക്കും റിസൾട്ട്. അപ്പോൾ ചെറിയൊരു റിസൾട്ടിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടും. പോയാലും നേരത്തെ രാവിലെ ഇപ്പോൾ എടുത്ത പ്രോഫിറ്റിൻ്റെ അല്ലേ, രാവിലെ എടുത്ത പ്രോഫിറ്റിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ. ഇവിടെ റിസൾട്ട് എത്ര 24 പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ രാവിലെ ഉള്ള ക്യാൻഡിലിൻ്റെ സൈസ് ഇപ്പോഴത്തെ ക്യാൻഡിലുണ്ടോ? ഉണ്ടോ? ഇല്ല. മാർക്കറ്റ് എന്താണ്, രാവിലെ ഒരു 90 ഡിഗ്രി, പിന്നെ എന്താണ് 80 ഡിഗ്രി, 85 ഡിഗ്രി, അങ്ങനെ ഒരു 70 ഡിഗ്രി ഒക്കെ വന്ന് ക്ലോസ് ചെയ്തു. ഇപ്പോഴോ മാർക്കറ്റ് ഇങ്ങനെ സൈഡിലോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, മാർക്കറ്റ് ചിലപ്പോൾ സൈഡിലോട്ട് പോയി റെഡ് ക്യാൻഡിലായി ക്യാൻഡിലിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ആയി വന്ന് ചിലപ്പോൾ കുറേ നേരം സൈഡ് വൈസ് അടിച്ച് കുറച്ച് താഴേക്ക് വന്ന്, ഇല്ലെങ്കിൽ തിരിച്ച് വീണ്ടും മുകളിലേക്ക് അങ്ങനെയൊക്കെ പോയേക്കാം. അങ്ങനെ കുറേ നേരം മാർക്കറ്റ് ഇങ്ങനെ സൈഡ് വൈസ് നിൽക്കുമ്പോൾ അവിടെ ടൈം ടേക്ക് അല്ലേ, സമയം പോകുന്നതുകൊണ്ട് സമയത്തിൻ്റെ വില കൊടുക്കണം അല്ലേ. സമയത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ള എന്തിനാണ്? സമയത്തിനാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ വില ഇവിടെ കൊടുക്കണം. അതാണ് തീറ്റ വാല്യൂ ടൈം ടേക്ക് ഒക്കെ എന്ന് പറയുന്ന കാര്യം. പിന്നെന്താണ്, അവിടെ കുറേ നേരം നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? പ്രീമിയം കുറയും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെന്താണ്, ഇത് ഇൻഡെക്സ് ചാർട്ടാണ് അല്ലേ. ഇൻഡെക്സ് ചാർട്ടിൽ പ്രൈസ് ആണോ മൂവ് ചെയ്യുന്നത്? ആണോ? ഇല്ല, ആക്ച്വൽ പ്രൈസ് അല്ല ഇവിടെ മൂവ് ചെയ്യുന്നത്, പ്രൈസ് ആക്ഷൻ അല്ല, ഇത് സ്ട്രൈക്ക് പ്രൈസ് ആണ്. സ്ട്രൈക്ക് പ്രൈസ് ആണ് മൂവ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ എന്താണ് നോക്കേണ്ടത്? പ്രൈസിൻ്റെ, നിങ്ങൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസിൻ്റെ ചാർട്ടിലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ എന്താണ്, ഇതാണ് ഞാനെടുത്ത 25,000 കോൾ ഓപ്ഷൻ്റെ 25,000 സ്ട്രൈക്ക് പ്രൈസിൽ ടീയുടെ പ്രൈസ് ചാർട്ട്. പ്രൈസ് ആക്ഷൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പ്രൈസ് ചാർട്ടിലാണ് അല്ലേ. അത് നോക്കൂ കറക്റ്റായിട്ട്. ഇവിടെ ഗ്യാപ്പൊന്നും ഇല്ല, ക്യാൻഡിൽ ബോഡിയുടെ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് ഇന്നലെ ഇറങ്ങിയത് തന്നെ ബാലൻസ് ചെയ്തിട്ടാണ് പ്രൈസിൽ ഇറങ്ങിപ്പോയിട്ടുള്ളത്. എല്ലാവരുടെയും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്, ആൾക്കാരുടെ മനസ്സ്, സൈക്കോളജി വർക്ക് ചെയ്യുന്ന ആ ഗ്യാപ്പ് എന്നുള്ള ഇൻഡെക്സിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് കൺസെപ്റ്റിലായിരിക്കാം അല്ലേ. അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ എടുത്തത്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൻ്റെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. മീറ്റർ റീഡിംഗ് ഒക്കെ ഉണ്ട് അല്ലേ. അതെല്ലാവരും പലരൊക്കെ നോക്കുന്നതാണ്, പലർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ഒരേ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ തന്നെ മാർക്കറ്റ് പോകും അല്ലേ. പ്രൈസാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. ഇൻഡെക്സ് ചാർട്ടിൽ ഇവിടെ ചാർട്ടിൽ എന്താണെന്നോ വർക്കൗട്ട് ആവുന്നത് സ്ട്രൈക്ക് പ്രൈസിൻ്റെ ആക്ഷനാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. സ്ട്രൈക്ക് പ്രൈസ് മൂവ് ചെയ്താലും പ്രൈസ് ചാർട്ടിൽ മൂവ് ചെയ്യണമെന്നില്ല. അതുപോലെ ഇപ്പം ചാടിക്കറി എടുത്തവർക്ക് നേരത്തെ ഉള്ള പ്രോഫിറ്റിൽ നിന്ന് ലോസ് അല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ രണ്ടാമത് ട്രേഡ് എടുക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ടാലും ആണ്. ഒന്നാമത്തെ ട്രേഡ് ഞാൻ നോർമൽ ആണ് എടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ ട്രേഡ് MIs എന്നാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് സെയിം ആണ് അല്ലേ. നമുക്ക് വേറെ സ്ട്രൈക്ക് പ്രൈസ് എടുക്കാം അല്ലേ. നമ്മൾ വേറെ സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, രണ്ടാമത് സെയിം ക്ലിക്ക് നമ്മളെടുത്ത സ്ട്രൈക്ക് പ്രൈസിന് അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എടുക്കുമ്പോൾ ഈ ആദ്യം കിട്ടുന്ന പ്രോഫിറ്റ് അല്ലേ, ആദ്യം കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ കുറച്ച് മാർക്കറ്റ് എൻട്രി എടുക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഓർഡർ ആകുകയാണെങ്കിൽ അതിൽ കുറച്ച് ലോസ് വരും. അതിനേക്കാളും നല്ലത് ഒന്നുകിൽ വേറെ സ്ട്രൈക്ക് പ്രൈസ് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയെടുക്കുക, നോർമലും MIs ഒരാളെ തന്നെയാണ്, ബട്ട് ചേഞ്ച് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടിയ പ്രോഫിറ്റ് 5 പൈസ കുറയത്തില്ല. രണ്ടാം എടുക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസാണ് പ്രത്യേകം കാണിക്കുകയും ചെയ്യും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നിൽ തന്നെ കാണും. അപ്പോൾ മനസ്സിലായില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തു നിന്ന് എൻട്രി എടുക്കുക, പോകാനുള്ള സ്ഥലത്തേക്ക് അവിടെ ഇറങ്ങുക. നമ്മുടെ ഏരിയ ഇതാണ് അല്ലേ, നമ്മൾ എൻട്രി എടുത്തു, ഇറങ്ങേണ്ട സ്ഥലം ഇവിടെയാണ്, നമ്മൾ ഇറങ്ങി. ഇനി മാർക്കറ്റ് പൂക്കുറ്റി പോലെ മുകളിലോട്ട് പോയാലും എന്താണ്, നമ്മൾ ഇറങ്ങേണ്ട അടുത്ത് ഇറങ്ങി, നമ്മളെ കാര്യം കഴിഞ്ഞു, നമുക്കിനി തിരിച്ചു വരേണ്ടതാണ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ
ഏത് ട്രേഡ് എടുത്താലും മിക്കവർക്കും പറ്റുന്നത് രാവിലെ ഒരു ട്രേഡ് എടുക്കും, പ്രോഫിറ്റാണ്. വീണ്ടും എടുക്കും, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. വീണ്ടും എടുക്കും, നോക്കത്തില്ല. ആ ഒരു ഭ്രമത്തിൽ നമ്മൾ പെട്ടു. മനസ്സിലായി? ലോസ് ആണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും നമ്മൾ ആ ഭ്രമത്തിൽ ആ ഒരു ഒരു ഇതല്ലേ, ഒരു ഫീലിങ്സ് അല്ലേ, ഫീലിങ്സിനകത്തായിപ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കത്തില്ല. എന്തിനാണ്? ഒരു പ്രൈസ് ആക്ഷൻ പോലും, ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ പോലും നോക്കത്തില്ല അല്ലേ? ഒരു ചോച്ചാണോ മോസാണോ ഒന്നും നോക്കത്തില്ല. ആക്ഷൻ ബ്രാക്കറ്റാണോ അല്ലേ, സ്റ്റെപ്പാണോ സ്റ്റെപ്പ് ഡൗൺ ആണോ സൈഡ് വൈസ് ആണോ, ഒരു പുണ്ണാക്കും നോക്കത്തില്ല. ചാടി കയറി പടപടാ ഇട്ട് അവസാനം രാവിലെ കിട്ടിയ പ്രോഫിറ്റും വൈകുന്നേരം ആകുമ്പോൾ ലോസിലായിരിക്കും. അതുകൊണ്ടാണ് ചെയ്യേണ്ടത്, നമുക്കൊരു പ്രോസസ്സ് ഉണ്ട്, റിസ്ക് റിവാർഡുണ്ട്, പൊസിഷൻസ് എല്ലാം നോക്കിയിട്ട് ഒരു ട്രേഡ് എടുത്തു, അവിടെ ഇറങ്ങി. രണ്ടാമത്തെ വേറെ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നേന്ന് അനലൈസ് ചെയ്തിട്ട് എടുത്തോ, വിജയിക്കും. അല്ലാതെ ചാടിക്കേറി എടുക്കരുത്. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? ആ മുകളിലേക്ക് അടുത്ത റെസിസ്റ്റൻസ് വരെ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ച് എൻട്രി എടുത്താൽ പെട്ടില്ലേ അല്ലേ? അതാണ് നമ്മൾ ആവശ്യത്തിന് വേണം, അല്ലെങ്കിൽ അനലൈസ് ചെയ്യണം അല്ലേ? അനലൈസ് ചെയ്യണം. അപ്പം നമ്മളെന്താണ്, കാര്യം കഴിഞ്ഞു നിർത്തി അല്ലേ? നമ്മൾ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നമ്മളെ കാര്യം കഴിഞ്ഞു പോയി. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 1,00,000 രൂപയാണ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ട്രേഡ് എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ക്യാപിറ്റൽ വേറെയാണ്, പക്ഷേ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം. ഈ ഫ്ലാറ്റ് ട്രേഡ് എന്നുള്ളത് ഞാൻ കുറേ കാലം കൊണ്ട് ഉപയോഗിക്കണം, 4-5 വർഷം കൊണ്ട് ഉപയോഗിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ആദ്യം ഞാനും എക്സലിൽ വരെ ഞാൻ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് അനലൈസ് ചെയ്യുമായിരുന്നു. ആദ്യം എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞൊക്കെയായിരിക്കും എൻ്റെ പ്രോഫിറ്റൊക്കെ നമുക്ക് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ഞാൻ അവരെ എൻക്വയറി ഒക്കെ ചെയ്തിരുന്നു. പ്രശ്നമൊന്നും പിന്നെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ എന്തായാലും പറഞ്ഞിട്ട്. ഇതിലാകുമ്പോൾ നമുക്ക് ബ്രോക്കർ ചാർജ് ഇല്ല എന്നേ ഉള്ളൂ കേട്ടോ. ടാക്സ് ഒക്കെ പിടിക്കും, ബ്രോക്കർ ചാർജ് ഇല്ല. ഇതിൽ പിന്നെ കൂടുതൽ ഫണ്ടൊന്നും ഞാൻ ഇട്ട് ട്രേഡ് ചെയ്തിട്ടില്ല. ബ്രോക്കറേജ് ഫ്രീ ഉള്ളതിൽ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് മദ്രാസ് ബേറ്റുള്ള ഏരിയ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം 2,00,000 രൂപ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപ്പുറം കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ചെയ്യുക. ഓപ്ഷൻ ചെയ്യുന്നത്, ഓപ്ഷൻ ഡയറക്ഷൻ ചെയ്യുന്നത് നമ്മൾ ഒരു സൈഡിലേക്ക് ഇടുക. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് SIP ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുക. ഹെഡ്ജിങ് ചെയ്യുന്നത് അല്ല, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ പ്ലഡ്ജും ഹെഡ്ജിങ് ചെയ്ത് വേറെ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം തന്നെ അറിയാൻ പറ്റും ഇത് എന്താണ് ഇവിടെ ചെയ്യുന്നത് അല്ല, അതിനകത്ത് പ്രോഫിറ്റ്, അതിനകത്ത് ലോസ് എന്ന് കറക്റ്റായിട്ട് ഓരോ സെക്ഷനായിട്ട് തിരിച്ച് നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. മറ്റേതിലും അറിയാൻ പറ്റും, പക്ഷേ ഇതിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ പൈസ നമ്മളിലുള്ള ആ പൈസ ഒരു സെക്ഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസ വേറൊരു സെക്ഷനിലേക്ക് മാറ്റി ഉപയോഗിക്കത്തില്ല അല്ലേ? നമ്മൾ സർക്കാരൊക്കെ ചെയ്യും പോലെ ഒരു സ്കീമിന് കിട്ടുന്ന പൈസ വേറൊരു സ്കീമിന് മാറ്റി അടിക്കാതിരിക്കാൻ ഇത് ഈ ഒരു രീതിയിൽ നല്ലതാണ്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ, ഓപ്ഷൻ ബൈ ഡയറക്ഷൻ ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലേ, ഹെഡ്ജിങ് ചെയ്യുന്നത്, ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് പ്രത്യേകം ആക്കുക. അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഒരു എമൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതിന് നേരെ ബാങ്കിലോട്ട് മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, അവിടെ സൈക്കോളജി പ്രശ്നമാകും. നമുക്ക് ഉള്ള പൈസയ്ക്ക് അത്രയും അങ്ങ് മേടിക്കും. നമുക്ക് ഈ ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടിയുള്ള പൈസ മാത്രമേ ഇതിനകത്ത് മിനിമം പൈസ ഇട്ടിരിക്കാവൂ. കൂടുതൽ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം എടുത്തിട്ട് അങ്ങോട്ട് എത്ര രൂപ അന്നങ്ങ് കാച്ചി അയക്കാന്ന് വിചാരിക്കും. ഇന്ന് നല്ല മാർക്കറ്റായിരിക്കും, കാച്ചി അയക്കാം. ഒരു ദിവസം കിട്ടും, ബാക്കിയുള്ള ദിവസം തലവത്തനൊക്കെ പോയാൽ പിന്നെ പളിയാവും. നമുക്ക് വേറെ ടോട്ടലിരിക്കുന്ന ക്യാഷിൻ്റെ വരെ പ്രശ്നമാവും. അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിനെ പതുക്കെ മാറ്റുക. ലോസ് വരുമ്പം പെട്ടെന്ന് ബാങ്കിൽ നിന്ന് എടുത്ത് ഫില്ല് ചെയ്യാൻ നോക്കരുത്. പകരം ആ ഉള്ള ക്യാഷില്ലേ, നമ്മളെ ക്യാഷ് കുറഞ്ഞു പോയി, മനസ്സിലാക്കിക്കുക. ക്യാഷ് ലോസ് വന്നേരെ. അതുകൊണ്ട് ഇന്ന് സൂക്ഷിച്ച് മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. നമ്മുടെ ടാർഗറ്റ് ഇറങ്ങും, പിന്നെ ട്രേഡില്ല. പിന്നെ എത്ര ഓപ്പർച്യൂണിറ്റി വന്നാലും ഒരു ദിവസം ലോസ് വന്നു, പിറ്റേ ദിവസം ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ അന്നലെ ലോസ് വന്നു. നമുക്ക് ഓപ്പർച്യൂണിറ്റി തിരിച്ചു പിടിക്കണം എന്നല്ല ആഗ്രഹം, തിരിച്ചു പിടിക്കണം. പക്ഷേ ഓപ്പർച്യൂണിറ്റി വന്നാലേ ആ ട്രേഡ് ഞാൻ എടുക്കത്തുള്ളൂ. മാത്രവുമല്ല
എൻ്റെ ഏരിയ കാൽക്കുലേഷൻ ഏരിയ എത്തുമ്പോൾ എൻ്റെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഡയറക്ഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയ വരെ മാത്രമേ ഞാൻ അവിടെ ഇരിക്കത്തുള്ളൂ അല്ലേ. ഞാൻ അവിടുന്ന് ട്രേഡ് എടുത്ത് ബുക്ക് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം അത് പ്രോഫിറ്റ് ആക്കാൻ പറ്റും. ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് നിങ്ങൾ എന്നും വന്നിരുന്നാൽ എന്നും പ്രോഫിറ്റ് ആയിരിക്കും. ആവശ്യമില്ലാത്ത ട്രേഡ് എടുക്കത്തില്ല. നമ്മൾ അല്ലാതെ ഇതൊന്നും ചിന്തിക്കാതെ എല്ലാം സിമ്പിളായിട്ട് കണ്ടില്ലേ. ചിലർ മെഡിറ്റേഷനും യോഗ ഒന്നും ചെയ്യത്തില്ല. അതിലൊന്നും ഗുണമില്ലാന്ന് വിചാരിക്കും. പെട്ടെന്ന് കാണാൻ പറ്റുന്ന കാര്യം വിചാരിക്കും അല്ലേ. അഫർമേഷൻ ഒന്നും പറയത്തില്ല. അഫർമേഷൻ ചെയ്തിട്ട് എന്ത് ഗുണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അതൊന്നും ഗുണമല്ല. കാരണം വെച്ചാൽ അത് നമ്മൾ നല്ല ഗുണമുണ്ട്, കുറേ പേര് ചെയ്യുന്നതാണ്, വലിയ ആൾക്കാർ ചെയ്യുന്നതാണ്, വിജയിച്ചതാണെന്നൊക്കെ വിചാരിച്ച് നമുക്കും അത് ഗുണം വേണം എന്ന് കരുതിയിട്ട് ചെയ്താൽ മാത്രമേ അത് ഗുണം കിട്ടത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന മൈൻഡ് സെറ്റ് സൈക്കോളജിക്ക് സെറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമാണ് ഈ അഫർമേഷനും മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പോവുക. നിങ്ങൾ ക്യാഷ് കൊടുത്ത് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടൂ. ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ അതിൻ്റേതായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ. അതിന് വില കൽപ്പിക്കുന്നവരാണെങ്കിൽ തീരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനി മാർക്കറ്റ് എങ്ങോട്ടും പോട്ടെ, എനിക്ക് കുറച്ച് വർക്കുണ്ട്, അവർക്ക് പോകണം. ഓക്കെ, സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റത്തുണ്ടാവും ലൈവ് ഇടാത്തത്. ഓക്കെ, നിങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ ഓപ്ഷൻ ട്രേഡിനെ സംബന്ധിച്ച് ഇല്ലാത്തത് കൊണ്ട് ലൈവ് ഇടുന്നതിലും തെറ്റില്ല. ഓപ്ഷനെ സംബന്ധിച്ച് അല്ല, നമുക്ക് ക്രിപ്റ്റോയും ലൈവ് ചെയ്യുന്നത് കുഴപ്പമില്ല, ഫോറക്സ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. നമ്മളെ സ്റ്റോക്കിനുമായി ബന്ധപ്പെട്ടാണ് മെയിനായിട്ടുള്ള. പിന്നെ ഈ ഓപ്ഷൻ ചെയ്ത് ആരെങ്കിലും പൈസ മേടിക്കുന്നത് അതൊക്കെയാണ് പ്രശ്നമായിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ചെയ്യുന്നതിൽ പഠിപ്പിക്കുന്നതിലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ എനിക്ക് വേറെ വർക്കുള്ളത് കൊണ്ട് ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു. നിങ്ങൾ പ്രോഫിറ്റ് എടുത്തു എന്ന് ഞാൻ കരുതുന്നു, ഇറങ്ങിക്കാണുമെന്ന് വിചാരിക്കുന്നു, അനാവശ്യ ട്രേഡുകൾ ഒഴിവാക്കിയെന്ന് വിചാരിക്കുന്നു, വീണ്ടും ട്രേഡ് എടുക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക് യു.